ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് വൻപയറും അതുപോലെ തന്നെ പച്ചക്കായും വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതിനായിട്ട് ഒരു 250 ml കപ്പിന് ഒരു അര കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. അതായത് നല്ല ഒരു പിടി കണ്ടോ, ഞാനിപ്പോൾ കാണിച്ച പോലെ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. വൻപയറാണ്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഞാനിത് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ കുക്കറൊന്ന് അടച്ച് വെച്ച് നിന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ കുതിർത്തിട്ടാണ് വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 3-4 മണിക്കൂർ കുതിർത്തിട്ട് വേവിച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിപ്പോൾ ഞാൻ കുതിർത്തിട്ടില്ല, കുതിർക്കാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് വെച്ച് കൊടുത്ത് അതൊന്ന് വെന്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് ഈ കായ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇപ്പോൾ ചെറിയ കായ ആയതുകൊണ്ടാണ് ഞാനൊരു 3 എടുക്കുന്നത്. നല്ല വലുതാണെങ്കിൽ ഒരു 1-1.5 എടുത്താലും മതി കേട്ടോ. അത് കുറച്ച് ചെറുതല്ലേ, അതുകൊണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നേന്ത്രക്കായ ഉണ്ടെങ്കിൽ നേന്ത്രക്കായ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇതേതായാലും മതി. അപ്പോൾ എന്താ ഇതുപോലെ ജസ്റ്റ് അതിൻ്റെ ആ ഒരു തൊലി ഇങ്ങനെ ഒന്ന് ചീകി എടുത്താൽ മാത്രം മതി. കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണ്ട. 2 സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് തൊലി ഇതുപോലെ ഒന്ന് ചീകി എടുക്കാം. വലുതാണെങ്കിൽ ഒരു 1.5 മതിയാവും കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിത് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ കളറ് മാറിപ്പോവും. അപ്പോൾ കട്ട് ചെയ്ത് ഞാനത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നടുക്കുന്നൊന്ന് ക്രോസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം 1-2 ആയിട്ടോ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നല്ല ചെറിയ പീസാക്കി നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കളർ ചേഞ്ച് ആവാതിരിക്കാനാണ്. കണ്ടോ, ഇതുപോലെയുള്ള വലുപ്പത്തിലുള്ള പീസാക്കി എടുത്താൽ മതി. ഒത്തിരി അങ്ങ് വലിയ പീസാക്കണ്ട, ഒരുപാടങ്ങ് ചെറിയ പീസും ആക്കണ്ട. ചെറിയ പീസായി കഴിഞ്ഞാൽ അങ്ങ് ഉടഞ്ഞു പോകും വെന്തിട്ട്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. നല്ല വലിയ നേന്ത്രക്കായ ആണെങ്കിൽ 1 മതിയാവും. ചെറുതാണെങ്കിൽ ഒരു 1.5 എടുത്താൽ മതി കേട്ടോ. ഇതും നല്ല ടേസ്റ്റാണ്. നമുക്ക് ഈ കായുടെ കൂടെയും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിൽ പയർ വേവിച്ചത് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ 2 വിസിൽ കേൾപ്പിക്കും. 2 വിസിൽ കേൾപ്പിച്ചതിന് ശേഷം തുറന്ന് നോക്കും. തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അടച്ച് വെക്കില്ല. ജസ്റ്റ് അടപ്പ് അതിൻ്റെ മുകളിലേക്ക് മാത്രം വെച്ച് കൊടുത്തിട്ട് വെള്ളം വേണം എന്നുണ്ടെങ്കിൽ സ്വല്പം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അങ്ങനെ തന്നെ വെച്ച് ഇത്തിരി നേരം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ബാക്കിയും കൂടെ വെന്ത് കിട്ടും. പക്ഷേ കുതിർത്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ കായെല്ലാം ഞാൻ കട്ട് ചെയ്ത് അതിൽ തന്നെ ഇട്ടു വെള്ളത്തിൽ. നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഇതിലേക്ക് ഒരു 1.5 പിടിയോളം തേങ്ങ എടുത്ത് ഒരു 3 വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. പയറ് ചേർക്കുന്നതുകൊണ്ടാണ്. ഒരു 1/2 ടീസ്പൂണിൽ താഴെ ചെറിയ ജീരകം ചേർക്കാം. 3 വെളുത്തുള്ളി മതിയാവും. ഇനി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി. നമ്മളിതിൽ പച്ചമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണിൽ താഴെയാണ് കേട്ടോ ചേർക്കുന്നത്. പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. അരഞ്ഞു പോലെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക ചെയ്യാവും. ഒന്ന് പൾസിൽ മോഡിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. ഇതാ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അരഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ വയ്ക്കാം. ഈ സമയത്ത് നമ്മുടെ പയർ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചെറുപയർ കൊണ്ടും അതുപോലെ വൻപയർ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പച്ചക്ക കൊണ്ടുള്ള ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുക് ചേർത്ത് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും 2 വറ്റൽമുളക് ചേർക്കാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു കഷ്ണം, ഒരു വലിയ സവോളയുടെ ഒരു 1/4 ഭാഗം മതിയാവും. എന്നിട്ട് കുറച്ച് തേങ്ങാക്കൊത്തുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്തൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറിയൊരു സവോള പീസ് മതിയാവും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5-6 ചെറിയുള്ളി എടുത്ത് നീളത്തിൽ കട്ട് ചെയ്ത് കനം കുറച്ചെടുത്താലും മതി. അല്ലെങ്കിൽ ഒരു 1/4 ഭാഗം സവോള ഇതിൽ അധികം ആവശ്യമില്ല. ഒരു ചെറിയൊരു കഷ്ണം മതിയാവും. കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് ഞാൻ. ഇത് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടട്ടെ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് 2 പച്ചമുളക്, ഒരുപാട് എരിവുള്ളതല്ല, 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് തന്നെ പച്ചമുളക് ടേസ്റ്റിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വാടി തുടങ്ങുമ്പോഴേക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെയ്യാൻ നിൽക്കേണ്ട. ഓരോന്നും നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ആ കറി ആയി കിട്ടും. അപ്പോൾ ആ വെള്ളം കളഞ്ഞിട്ട് വെള്ളത്തിൽ നിന്ന് ഊറ്റി ആ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തോട് കൂടി ചേർക്കരുത്. ജസ്റ്റ് ഊറ്റി നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. വെള്ളം കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ.
ഒരുപാട് വെള്ളമായി പോയി കഴിഞ്ഞാൽ കായ അങ്ങ് വെന്ത് കുഴഞ്ഞു പോവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുകയാണ് ഞാൻ. ഒതുക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. കാ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, ഒരുപാട് വേവൊന്നുമില്ല കേട്ടോ കായ്ക്ക്. അപ്പോൾ ഒരു സ്വല്പം വെള്ളം ഞാൻ ജസ്റ്റ് ഒന്ന് കുടഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അത്രയും വെള്ളം മതിയാവും, ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കരുത്, ഇതങ്ങ് ഉടഞ്ഞു പോവും. ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ കറിക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ, അധികം സമയമൊന്നും എടുക്കില്ല. ഒരുപാട് വലിയ പീസായിട്ടും അല്ലല്ലോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ അടപ്പ് തുറന്നിട്ടുണ്ട്, കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 വേവിൽ പുറത്തായിട്ടുണ്ട് നമ്മുടെ കാ. അപ്പോൾ നമ്മളതൊന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഉള്ളി ചേർത്തപ്പോൾ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ, പിന്നീട് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വൻപയർ നമുക്കിതിലേക്ക് ചേർക്കുകയാണ്. വെള്ളത്തോട് കൂടി ചേർക്കരുത്, വെള്ളം ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേണം പയർ ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് ഒതുക്കി വെച്ച് കൊടുത്തതിന് ശേഷം അടച്ചു വയ്ക്കാം. ഒരു സ്വല്പ നേരം കൂടി ആ കായ ഒന്ന് ബാക്കി വെന്ത് ആ വൻപയറും എല്ലാം ആയിട്ടൊന്ന് യോജിച്ച് വരട്ടെ. അതിന് വേണ്ടിയിട്ടാണ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഒരു സ്വല്പ നേരം ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം. സ്വല്പം വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്ന് ഡ്രൈ ആയി നമ്മുടെ ആ കാ ബാക്കി കൂടി ഒന്ന് വെന്ത് വരണം. ഏകദേശം 1/4 വേവ് കഴിയുമ്പോൾ വേണം പയർ ചേർത്ത് കൊടുക്കാൻ. അപ്പം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു കായ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ വെന്തിട്ടുണ്ടോയെന്ന്. നല്ല സോഫ്റ്റ് ആവും കാ, എന്നാൽ ഉടഞ്ഞു പോകാനും പാടില്ല. അതുകൊണ്ടാണ് അധികം വെള്ളം ചെന്ന് കഴിഞ്ഞാൽ കാ ഉടഞ്ഞു പോവും. വെള്ളം ആവശ്യത്തിന് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ, കുഴഞ്ഞു പോവില്ലെങ്കിൽ. എന്നിട്ട് ആ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയെന്ന് തോന്നുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുത്തി ഉടയ്ക്കരുത്, ആ കായ ഒന്നും ഉടഞ്ഞു പോകാതെ നല്ല സോഫ്റ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി എന്താ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ആ മിക്സിയുടെ ജാറിൽ നമ്മൾ അരച്ചെടുത്ത മിക്സിയുടെ ജാറുണ്ടല്ലോ, അതിലൊരു സ്വല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നടുഭാഗത്തേക്ക് ഒഴിച്ചു കൊടുത്തു. നടുക്കൊന്ന് ആക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കുകയാണ്. അതായത് ആ തേങ്ങയുടെ ആ ഒരു പച്ച അരപ്പിൻ്റെ സ്വാദൊക്കെ മാറി വെള്ളമൊക്കെ കംപ്ലീറ്റ് ഡ്രൈ ആയി കിട്ടണം. അപ്പോൾ ആ മസാലയൊക്കെ നന്നായിട്ട് ആ പയറിലും അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കായലും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടിയിലൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതാണ്. ഇപ്പം ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനങ്ങ് അടച്ചു വെച്ച് കൊടുത്തു. വെള്ളം നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റി അരപ്പൊക്കെ നന്നായിട്ട് പെരണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, കായൊന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു സ്വല്പം വെള്ളം, ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വൻപയറും പച്ചക്കായും കൊണ്ടുള്ള തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ തേങ്ങാക്കൊത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറിയ പീസാക്കി കനം കുറച്ച് എടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ വൻപയർ കൊണ്ടുള്ള 3-4 റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ നേന്ത്രക്കായും പച്ചക്കായും ഒക്കെ വെച്ചിട്ടുള്ള ഒരുപാട് നാടൻ റെസിപ്പീസ്, നമ്മുടെ ഒഴിച്ചേറി പോലെയുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്യുക. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം. 3 ഓപ്ഷൻസ് കാണിക്കുമ്പോൾ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.